ब्रह्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुगं गौडपदं महान्दं गोविन्दयोगीन्द्रमधास्य शिष्यं श्रीशङ्कराचार्यमधास्य पद्मपादं च हस्तामलगं च शिष्यं तं तोडगं वार्तिककारमन्यान् अस्मद्गुरून् सन्ददमानतोऽस्मि। ब्रह्मानन्दं परमसुगदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्दं न विदुःसुरासुरगणाः देवाय तस्मै नमः। यस्यान्दं न विदुःसुरासुरगणाः देवाय तस्मै नमः। यस्यान्दं न विदुःसुरासुरगणाः देवाय तस्मै नमः। कामक्रोधवियुक्तानां यतीनां यदचेतसाम् अभितो ब्रह्मनिर्वाणं वर्तते विदितात्मनाम्। स्पर्शान् कृत्वा बहिर्बाह्यान् चक्षुश्चैवान्तरे भ्रुवोः प्राणापानौ समौ कृत्वा नासाभ्यन्तरचारिणौ। ഈ ശരീരം പതിക്കുന്നതിന് മുമ്പേ നമ്മളുടെ മനോബുദ്ധികളിൽ കാമവും ക്രോധവും ഏൽപ്പിക്കുന്നതായിട്ടുള്ള ആഘാതം ആരാണോ നിരോധിക്കുവാൻ സാധിക്കുന്നത്? കാമക്രോധോദ്ഭവം വേഗം യഹ പ്രാക് ശരീര വിമോക്ഷണാത് സോഢും ശക്നോതി. ഈ ശരീരം പതിക്കുന്നതിന് മുമ്പേ സ്വാർത്ഥപരമായിട്ടുള്ള കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും തള്ളിച്ചയെ ആരാണോ സഹിക്കുന്നത്? സയേവയുക്ത സസുഖി സനര. അവനാണ് അച്ചടക്കം നേടിയതായിട്ടുള്ള മനുഷ്യൻ. അവനാണ് യഥാർത്ഥത്തിൽ സുഖി. അവനാണ് യഥാർത്ഥത്തിൽ നരൻ. ബുദ്ധിപരമായിട്ടുള്ള കൂർമ്മതയേക്കാൾ ആധ്യാത്മിക രംഗത്ത് ഹൃദയത്തിൻ്റെ സംശുദ്ധിക്കാണ് പ്രാധാന്യം. പല കാര്യങ്ങളും ഒരിക്കൽ കേട്ടാൽ ഗ്രഹിക്കുന്നതായിട്ടുള്ള ബുദ്ധിമാന്മാർ എത്രയോ ഉണ്ട്. മാത്രമല്ല മറ്റുള്ള രംഗങ്ങളിലോട്ട് ബുദ്ധി വ്യതിചലിക്കാതെ തനിക്ക് വന്നു ചേർന്നിട്ടുള്ള വിഷയത്തെ അപഗ്രഥിക്കാനും അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ഒരു കാര്യം ആസൂത്രണം ചെയ്യുവാനും എല്ലാം പ്രഗത്ഭന്മാരായിട്ടുള്ള ബുദ്ധിമാന്മാരുണ്ട്. ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബുദ്ധിമാന്മാർക്ക് സ്വഭാവമഹിമ ഉണ്ടാവണമെന്നില്ല. ബുദ്ധിമാന്മാർ സ്വഭാവമഹിമ ഉള്ളവരായിരിക്കാം. സ്വഭാവമഹിമുള്ളവർക്ക് ബുദ്ധിശക്തി ഉണ്ടാവണം എന്നില്ല. പക്ഷേ ബുദ്ധിശക്തിയുടെ സൂക്ഷ്മത കൊണ്ട് മാത്രം ഒരാൾക്ക് സ്വഭാവമഹിമ ഉണ്ടാവണം എന്നില്ല. സ്വഭാവമഹിമ ഉണ്ടാവണമെങ്കിൽ കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും തള്ളിച്ചയെ നാം സഹിക്കണം. അതില്ലാത്തവർ ആരുമില്ല. നാം എല്ലാവരും അനേക ജന്മങ്ങളിൽ ആർജിച്ചതായിട്ടുള്ള സംസ്കാരവും കൊണ്ടുവന്നതാണ്. നമ്മളുടെ രുചിക്കനുസരിച്ച്
ചുറ്റുപാടുകൾ നടക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അസഹനീയത ഉണ്ടാവും. ഇപ്രകാരം സംഭവിക്കണം, അപ്രകാരം സംഭവിക്കരുത് എന്നുള്ളതായിട്ടുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇല്ലാത്തതായിട്ടുള്ള മനുഷ്യ ചിത്തം ഏതാണുള്ളത്? പക്ഷെ എങ്കിലും നാം എന്നെപ്പോലെ തന്നെ വികാരം ഉണ്ടാവാനും ചിന്ത ഉണ്ടാവാനും മറ്റുള്ള ഹൃദയങ്ങൾക്കും അവകാശമുണ്ട് എന്നതായിട്ടുള്ള ഭാവം നമുക്ക് ഉണ്ടാവണം. ഇതെല്ലാവർക്കും സാധ്യമല്ല. അതുകൊണ്ട് ലൗകിക രംഗങ്ങളിൽ, വ്യവഹാരത്തിൽ നാം ദേഷ്യപ്പെടരുത് എന്ന അർത്ഥമില്ല. വളരെ വളരെ പ്രായോഗികമാണ് വേദാന്ത ശാസ്ത്രം. അഭിമന്യ സ്വാമിജി ജ്ഞാനയജ്ഞം തുടങ്ങിയതായിട്ടുള്ള കാലത്ത് ഇന്ന് നമ്മളൊക്കെ ഇങ്ങനെ വളരെ കൃത്യമായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? സ്വാമിജിയുടെ അച്ചടക്കം. അഭിമന്യ സ്വാമി ചിന്മയാനന്ദജി ആദ്യം 50കളിൽ യജ്ഞം തുടങ്ങിയതായിട്ടുള്ള സമയത്ത് നമുക്കെല്ലാം അറിയാമല്ലോ ഹിന്ദു സമൂഹം എത്രത്തോളം അസംഘടിതമാണ് എന്ന്. പക്ഷെ ഇപ്പോ ഈ ജ്ഞാനയജ്ഞശാല ലോകം മുഴുവനും ആഗോള വ്യാപകമായി അറിയപ്പെടുന്നതാണ്. കാരണം അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അത് തുറന്ന സർവകലാശാലയാണ്. ഒരു ക്ഷേത്രത്തിന്റെ പാവനത അതിൽക്ക് ഉണ്ടോ എന്ന് നാം പറയാതെ തന്നെ അതിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ആദ്യമായി യജ്ഞശാലയിൽ പ്രവേശിക്കുന്ന ആൾക്ക് പോലും തോന്നും. കാരണം സ്വാമിജിയുടെ അച്ചടക്കം. അതാണിപ്പോൾ നമുക്ക് ഇപ്പൊ സംജാതമായിരിക്കുന്നത്. ആ സീനാണ്. സ്വാമിജി പറയും, ഞാൻ എന്റെ യജ്ഞശാലയുടെ സൈഡില് നിലക്കടലയും സോഡാ കുപ്പിയൊക്കെ വെച്ചാലോ, ഇടയ്ക്കിടയ്ക്ക് പോയി കഴിച്ചു വരാം യജ്ഞത്തിന്. ആരെങ്കിലും എഴുന്നേറ്റ് പോകുന്നുണ്ടോ? ആരെങ്കിലും വരുന്നുണ്ടോ? കാരണം എന്താ? സ്വാമിജി ക്രോധം വേണ്ടിടത്ത് കൊണ്ടും ക്രോധം പ്രദർശിപ്പിച്ചു. താൻ ക്രോധത്തിന്റെ സ്വാമിയായിരുന്നു. മദ്രാസിൽ ഒരിക്കൽ ഒരു വലിയ റിസപ്ഷൻ കൊടുത്തു സ്വാമിജിക്ക്. അതിൽ ഏറ്റവും വലിയ പത്രപ്രവർത്തന പേര് എനിക്ക് ഓർമ്മയില്ല. പ്രഗത്ഭന്മാരായിട്ടുള്ള എല്ലാ പത്രക്കാരുമാണ് കൂടിയത്. കാരണം സ്വാമിജി ഒരു പത്രപ്രവർത്തകനായിരുന്നു ആദ്യം. അതുകൊണ്ട് സ്വാമിജിക്ക് ഒരു റിസപ്ഷൻ കൊടുത്ത സമയത്ത് അവസാനം റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ആ സ്വാഗത പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണത്രേ. സ്വാമിജി സെന്ററിലിരിക്കുന്ന സ്വാമിജിക്ക് ഏറ്റവും സമസ്ത ഗുണങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ദുർവാസാവിന്റെ ഗുണവും സ്വാമിജിക്ക് പൂർണ്ണമായിട്ടുമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വാഗത പ്രസംഗം അവസാനം. എല്ലാവർക്കും സന്തോഷമായി. സ്വാമിജിയും അവരുടെ കൂടെ കൈയടിച്ചു. അവസാനം സ്വാമിജി ഒന്നും സംഭവിക്കാത്തതുപോലെ പ്രഭാഷണം തുടങ്ങി. പ്രഭാഷണം അവസാനിക്കുന്ന സമയത്ത് സ്വാമിജി പറഞ്ഞു, കൺവീനർ, സ്വാമി ചിന്മയാനന്ദജിക്ക് ദുർവാസാവിന്റെ സമസ്ത ഗുണങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് സ്വാഗത പ്രസംഗം അവസാനിപ്പിച്ചു. സർ, ദുർവാസാവിന്റെ ഗുണങ്ങളില്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരൊന്നും എനിക്കൊരു പക്ഷേ റിസപ്ഷൻ തരില്ലായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണം, തുടർന്ന് ഇംഗ്ലീഷുകാരുടെ ഭരണം, നമ്മളുടെ വിഭവങ്ങളെ മുഴുവനും വിദേശികൾ കൈകാര്യം ചെയ്യുകയായിരുന്നു. അവരുടെ ആജ്ഞകൾ കേട്ടും അവർക്ക് പാദസേവ ചെയ്തും അനുസരിക്കാൻ മാത്രം ക്ഷീണിച്ചിട്ടുള്ളതായിട്ടുള്ള ഹിന്ദു സമൂഹത്തെ അവരുടെ സംസ്കാരത്തിനു വേണ്ടി, അവരുടെ പൈതൃകത്വത്തിന് വേണ്ടി ബോധിപ്പിക്കുന്നതിന് അവരെ ശാസിക്കുകയല്ലാതെ വേറൊരു വഴിയില്ല. അതുകൊണ്ടാണ് ഞാനത് സ്വീകരിച്ചത്. പിന്നെ എല്ലാവരും അതിനെക്കാട്ടിലും കൂടുതൽ കൈയടിയില്ല. ദേവേന്ദ്രന് പോലും ദുർവാസാവിന് ഭയമായിരുന്നു. പക്ഷേ ദുർവാസാവ് അതേസമയം സ്നേഹത്തിന്റെ പര്യായവുമായിരുന്നു. ഒരിക്കലും അവർ അതിന് വിധേയരല്ല, അതിനെ അവർ ഉപയോഗിക്കുകയായിരുന്നു. ക്രോധം ചിലപ്പോൾ സേവനത്തിന് ആവശ്യമാണ്. ശിക്ഷിക്കാതെ തന്നെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പലരും അവരുടെ വാക്കുകളിലൂടെ രഹസ്യങ്ങൾ കുറ്റം ചെയ്ത ആളുകളിൽ നിന്നും എടുക്കും. ഒന്നും അവർ ചെയ്യുകയില്ല, സ്പർശിക്കുക പോലും ചെയ്യുകയില്ല. ശാരീരികപരമായിട്ട് ഒരു പീഡനവും ചെയ്യുന്നില്ല. അത് അവരുടെ പ്രാഗൽഭ്യമാണ്. ഈ ശ്രീകൃഷ്ണൻ തന്നെ ദുര്യോധനൻ കെട്ടാൻ വരുന്നതായിട്ടുള്ള സമയത്ത് ക്രോധാകാരമായില്ലേ ക്രോധം പ്രദർശിപ്പിക്കുകയാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ക്രോധം ഉപയോഗിക്കുകയാണ്, അവർ ക്രോധത്തെ ഉപയോഗിക്കുകയാണ്. അതാണ് വ്യത്യാസം. വളരെ വ്യത്യാസമുണ്ട്. ഈ ഒരു ഭാവം, അതായത്
വീണ്ടും സമയിയുടെ ഒരു വരിയെ ഞാൻ ഓർമ്മിക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിപരമായി ഉപനിഷത്തിനെക്കാട്ടിലും ഭഗവത്ഗീതയുടെ ആശയങ്ങളെക്കാട്ടിലും സ്വാധീനിച്ച ഒരു വരിയാണ്. അതായത് ഒരു ഉപനിഷത്താണത്. ഒരേ ഒരു വരി, ഐ ലവ് ഹിം ഓർ ഹർ ഇൻ സ്പൈറ്റ് ഓഫ്. കഴിഞ്ഞു. ഞാൻ അവനെയും അവളെയും സ്നേഹിക്കുന്നു. ആരായാലും വിരോധമില്ല, അവൻ എന്തായിരുന്നാലും ശരി, എങ്ങനെയായാലും ശരി. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിന്റെ തത്വം എന്താണ്? ഐ ലവ് ഹിം ഓർ ഹർ ഇൻ സ്പൈറ്റ് ഓഫ്. കാരണം ഓരോരുത്തരും ഓരോ തരത്തിൽ പെരുമാറുന്നത് അവർ വിചാരിച്ചിട്ടല്ല, അവരങ്ങനെ പെരുമാറിപ്പോവുകയാണ്. നിർബന്ധിതമായി അവർ അത് ചെയ്തു പോവുകയാണ്. നമ്മൾക്കത് അറിയാൻ സാധിക്കുമെങ്കിൽ പിന്നെ നാം മനുഷ്യനെ സ്നേഹിക്കുന്നു. മനുഷ്യ സ്നേഹം ഈശ്വരഭക്തിയിൽ നിന്നും ഉണ്ടാവേണ്ടതാണ്. കാരണം എല്ലാ ജീവജാലങ്ങളും ഈശ്വരന്റെ സ്വരൂപമാണ്. ആധ്യാത്മികപരമായിട്ട് ലക്ഷ്യമുണ്ടാകുമ്പോൾ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ, അതല്ലെങ്കിൽ സാധിക്കുകയില്ല. കാമക്രോധോദ്ഭവം വേഗം സയുക്ത സുസുഖീനര. അതിനാൽ ഈ കാമക്രോധങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം നടത്തുന്നതായിട്ടുള്ളവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നതായിട്ടുള്ള ആളുകൾ, ഭഗവത്ഗീത ശ്രവിക്കുന്നവർ, അവരുടെ നിത്യവും പ്രത്യേക അവസരങ്ങളിലും ചെയ്യേണ്ടതായിട്ടുള്ള ഗാർഹിക, സാമൂഹിക, ഔദ്യോഗികമായിട്ടുള്ള സമസ്ത കൃത്യങ്ങളും ഈശ്വര അർപ്പണ ഭാവത്തോടുകൂടെ ചെയ്യുമ്പോൾ ക്രമേണ അവരുടെ സ്വാർത്ഥപരമായിട്ടുള്ള കാമവും ക്രോധവും ഇല്ലാതാവാം. അങ്ങനെ അഭിതോ ബ്രഹ്മനിർവാണം, എല്ലായിടത്തും അവർ ഭഗവാനെ ദർശിക്കുന്നു. പിന്നീട് കാണുന്നതും കേൾക്കുന്നതും അവർ ഏകമായിരിക്കുമ്പോഴും മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോഴും എല്ലാം സമസ്ത സമയങ്ങളിലും പരമമായ സത്യവുമായി സംയോജിച്ച് പ്രവർത്തിക്കുന്നു. അതിൽ നിന്നും അവർക്ക് ഭിന്നമായി മാറാൻ സാധ്യമല്ല. ഈ ഒരു ഔന്നത്യത്തിലോട്ട് നമ്മെ പ്രവേശിപ്പിക്കുന്നതിന് ഭഗവാൻ 5-ാം അധ്യായത്തിന്റെ അന്ത്യത്തിൽ ഏതാനും ചില നിർദ്ദേശങ്ങൾ തരികയാണ്. അതാണ് നാം ഇന്നലെ കണ്ടത്. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവന്തരേ ഭ്രുവോ പ്രാണാപാനൗ സമോ കൃത്വാ നാസാഭ്യന്തരചാരിണൗ. അതായത് ആ പരമമായ തത്വവുമായി താദാത്മ്യം പ്രാപിക്കുന്നതിന് ചില അനുഷ്ഠാനങ്ങളുണ്ട്, ആ കലകളുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ ഭഗവാൻ വിപുലമായി പ്രതിപാദിക്കാൻ പോകുന്നതാണ് ധ്യാനത്തിന്റെ വിഷയം. ഇവിടെ അതിൻ്റെ ഒരു സൂചനയാണ്. 5-ാം അധ്യായം അവസാനിക്കുമ്പോൾ വരാൻ പോകുന്ന അധ്യായത്തിൽ പ്രതിപാദിക്കാൻ പോകുന്ന ആശയങ്ങളെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവാം. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവന്തരേ ഭ്രുവോ. സ്പർശാൻ ബാഹ്യാൻ ബഹികൃത്വ, വെളിയിലുള്ളതായിട്ടുള്ള പദാർത്ഥങ്ങളെ, നമുക്ക് പ്രലോഭനം തരുന്നതായിട്ടുള്ള ചുറ്റുപാടുകളെ, വ്യക്തികളെ, എല്ലാറ്റിനെയും ബാഹ്യപരമായി നിർത്തി, അതായത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അനുവദിക്കാതെ, ചക്ഷുശ്ചൈവന്തരേ ഭ്രുവോ, 2 കൺപുരികങ്ങളുടെയും മധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലെ ഇരുന്ന്, പ്രാണാപാനൗ സമോ കൃത്വ, സദാസമയവും നമ്മുടെ ഉള്ളിലും വെളിയിലും പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ശ്വാസ ഉച്ഛ്വാസത്തിന്റെ ഗതിയെ നിരീക്ഷണം ചെയ്തുകൊണ്ട്, സദാസമയവും നടക്കുന്നുണ്ട്, പക്ഷെ നാം അതിനെ അറിയുന്നില്ല. പക്ഷെ അതില്ലെങ്കിലോ ബാക്കിയുള്ള നമ്മുടെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അതിനാൽ പ്രാണനെ പ്രത്യക്ഷമായ ദൈവമായി വേദം പറയുന്നു. പ്രാണൻ പോയി, അതുകൊണ്ട് നാം പറഞ്ഞത് പ്രാണൻ പോയി എന്ന് പറയും. അതോടുകൂടെ കഴിഞ്ഞോ? അപ്പോൾ പ്രാണന്റെയും അപാനന്റെയും ഗതി, ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി നാസാഭ്യന്തര ചാരിണോ, മൂക്കിനുള്ളിലൂടെ സദാസമയവും ചരിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ പ്രാണനെ കുറിച്ച് ബോധവാനാവുക. അതായത് ആധ്യാത്മികമായിട്ടുള്ള അവസാനത്തെ ചടങ്ങാണ് ധ്യാനം. ധ്യാനം ലക്ഷ്യമല്ല, ധ്യാനം മാർഗമാണ്. ലക്ഷ്യത്തിലോട്ടുള്ള അവസാനത്തെ ചടങ്ങാണ് ധ്യാനം. നാം ഓരോരുത്തരും ഓരോ തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും അനവധി തരത്തിലുള്ള അനുഭവങ്ങളാണ്.
തീവ്രങ്ങളായിട്ട്, കഠിനങ്ങളായിട്ട്, അത്യന്തം പ്രഹരം നൽകുന്നതായിട്ട്, മാനസികം, ബുദ്ധിപരം, ശാരീരികം, അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നതായിട്ടുള്ള ചുറ്റുപാടുകൾ, അവർക്കുണ്ടാവുന്നതായിട്ടുള്ള വിഷമങ്ങൾ ഒരളവോളം നമ്മയും ബാധിക്കും. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല എല്ലാവർക്കും, വിവിധ മതസമ്പ്രദായങ്ങളിൽ പെടുന്നതായിട്ടുള്ള, വിവിധ വിശ്വാസങ്ങളിൽ പെടുന്നതായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള രീതിയുണ്ട് പരമമായ സത്യത്തോട് അടുക്കുന്നതിന്. അവരുടെ വിശ്വാസം, അവരുടെ മാർഗദർശനം, ഇതുവരെ അവർ ആർജിച്ചു വന്നതായിട്ടുള്ള ജ്ഞാനം, ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ചില ധാരണകളുണ്ട്. നാം അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ദിവസവും പൂജ ചെയ്യുന്നവരുണ്ടാവാം, ചില പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേക സ്തുതികൾ ചെല്ലുന്നവരുണ്ടാവാം, പ്രത്യേക സഹസ്രനാമങ്ങൾ ചൊല്ലുന്നവരുണ്ടാവാം, പ്രത്യേക നാമം വ്രതവും മറ്റും അനുഷ്ഠിക്കുന്നവരുണ്ടാവാം, ചില പ്രത്യേക ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം ചെയ്യുന്നവരുണ്ടാവാം, എല്ലാ ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം ചെയ്യുന്നവരുണ്ടാവാം. എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അതുപോലെ അനുഷ്ഠിക്കുക. കാരണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അനുഷ്ഠാനം അതിന് അതിൻ്റെതായിട്ടുള്ള പാവനത്വമുണ്ട്. പക്ഷേ നാം ചുറ്റുപാടും കാണുന്നത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു കാസറ്റ് കേൾക്കുകയോ ഒരു പ്രഭാഷണം കേൾക്കുകയോ, പെട്ടെന്ന് അവിടുന്ന് ഇവിടുന്നും കുറച്ച് വേദാന്തത്തിൽ ആശയങ്ങൾ നമ്മൾ കേട്ടിരിക്കട്ടെ, പിന്നെ എന്തിനാ ക്ഷേത്രത്തിൽ പോണ്, എന്തിനാ ചർച്ചിൽ പോണ്? കാരണം എന്താ? ഈശ്വരൻ എല്ലായിടത്തും ഇല്ലേ? അങ്ങേക്ക് മനസ്സിലായോ? അത് എല്ലായിടത്തും ഉണ്ട്. പിന്നെന്തിനാ ക്ഷേത്രത്തിൽ പോകണം? അപ്പൊ ഇത്രയും വലിയ വലിയ പ്രതിഷ്ഠകളും വ്രതങ്ങളും മന്ത്രങ്ങളും ആവാഹന മന്ത്രങ്ങളും അഭിഷേകാദികളും ഒക്കെ നിശ്ചയിച്ചതായിട്ട് ഋഷീശ്വരന്മാര് നിങ്ങളെക്കാട്ടിലും ബുദ്ധി മോശമുള്ളവരാ? ഒരിക്കലും അതൊന്നും തെറ്റിദ്ധരിക്കരുത്. വിവേകാനന്ദ സ്വാമികളൊക്കെ രാമേശ്വരം ക്ഷേത്രം ദർശനം ചെയ്യുമ്പോൾ കോൺമയുരു കൊള്ളുകയാണ്. നോക്കൂ നമ്മുടെ പൂർവ്വപിതാമഹന്മാരുടെ വിശാലമായ വീക്ഷണം. ബൃഹദീശ്വര ക്ഷേത്രം തഞ്ചാവൂർ പെരിയ കോവിൽ എന്നാണ് അവർ തമിഴിൽ പറയാറ്. അത് എന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചുറ്റും സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ നേര് ഭൂമിയിൽ പതിക്കുകയില്ല. സൂര്യന്റെ 365 ദിവസത്തിലെ ഉത്തരായനത്തിലെയും ദക്ഷിണായനത്തിലെയും ഗതിവിഗതികളെ കണക്കിലെടുത്ത് വരച്ചതായിട്ടുള്ള നിശ്ചയാസൂത്രണം ചെയ്തതായിട്ടുള്ള രൂപകൽപ്പനയാണ്. എന്തൊരു മാർവലസ് ആർക്കിടെക്ചർ! ഏത് പദാർത്ഥവും സൂര്യന്റെ ഗതിക്കനുസരിച്ച് അതിന്റെ നിഴൽ താഴെ വീഴും. ഇതൊരിക്കലും താഴെ വീഴുകയില്ല അത്ര. അപ്പോൾ എത്രത്തോളം അനുഷ്ഠാനാദികൾ അവരുടെ ക്ഷേത്രകലകളിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇന്നും ബഹുഭൂരിപക്ഷം ജനങ്ങളും ക്ഷേത്രങ്ങളിലും പള്ളികളിലുമാണ് ഈശ്വരനെ ദർശിക്കുന്നത്. അതുകൊണ്ട് അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പവിത്രതകളുണ്ട്. അവയെ സംരക്ഷിക്കേണ്ടത് നാമാണ്, നമ്മളാണ് അതിൻ്റെ രക്ഷാധികാരികൾ. കാരണം അതിനെ സംരക്ഷിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും സമസ്ത ചുറ്റുപാടുകളും ഭഗവാൻ സംരക്ഷിക്കും. നമ്മുടെ വിശ്വാസം അതാണ്. അത്രയും ഒരു തീവ്രമായിട്ടുള്ള ശ്രദ്ധ ഒരുപക്ഷെ നമുക്ക് വേറെ എടുത്ത് കിട്ടുന്നുണ്ടാവില്ല. ഒരു സാധാരണ മനുഷ്യന് പ്രത്യേകിച്ചും അനവധി പ്രാരബ്ധങ്ങളുടെ ഇടയിൽ കിടന്ന് സഞ്ചരിക്കുന്നതായിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് ആ സാന്നിധ്യത്തിൽ തന്നെ ഒരു പ്രത്യേക ഭാവമുണ്ടാവും. ഇനി അത് കഴിഞ്ഞ് സ്വന്തം പൂജമുറയിൽ ചെയ്യുന്നതായിട്ടുള്ള അനുഷ്ഠാനം എന്താണോ ചെയ്യുന്നത് അത് അതുപോലെ അനുഷ്ഠിക്കുക. അത് കഴിഞ്ഞ ശേഷം ഒരു 5 മിനിറ്റ് ഇനി പറയാൻ പോകുന്നതായ രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. ആ ശ്രമത്തിൽ നാം വിജയിക്കാം, പരാജയപ്പെടാം, പക്ഷെ ഒരു ശ്രമം നടത്തിക്കൂടെ? അതാണ് ഇവിടെ ഭഗവാൻ പറയും. നാം ഏത് അനുഷ്ഠാനങ്ങളാണോ അനുഷ്ഠിക്കുന്നത് ആ അനുഷ്ഠാനങ്ങൾക്ക് ശേഷം അല്പം ഇരുന്നുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കാതിരിക്കുക. നാം പലതും ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും. യാന്ത്രികമായി ചെയ്യുക എന്ന് വെച്ചാൽ നാം അത് ചെയ്യുന്നു എന്ന് മാത്രം, നമ്മുടെ മനോബുദ്ധികൾ അവിടെ ഇല്ല. നാമം ചൊല്ലുന്നുണ്ടാവാം, മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പൂജിക്കുന്നുണ്ടാവാം, വേറെ മനസ്സായിരിക്കാം. നമ്മൾ പറയുന്നു നക്ഷത്രം, നമ്മൾ പറയുന്നു നമ്മുടെ സങ്കല്പം. പുഷ്പാഞ്ജലിയെ കൊടുക്കുന്ന സമയത്ത് പേര് മറന്നു പോകാതിരിക്കാം. ഇത് 100,000 കാര്യം. അദ്ദേഹവും നമ്മളെപ്പോലെ മനുഷ്യനാണ്.
അതിനേക്കാൾ തീവ്രമായിട്ടുള്ള ശ്രദ്ധ നമുക്ക് ഭഗവാന്റെ മുമ്പിൽ ഇടുന്നുകൊണ്ട് ചെയ്യാലോ. സമസ്ത കാര്യങ്ങളെയും അദ്ദേഹം നിങ്ങളുടെ കുട്ടിയുടെ നക്ഷത്രം ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ നക്ഷത്രം ഓർക്കുണ്ടാവും. വേണമെന്ന് വിചാരിച്ചിട്ടല്ല, നമ്മൾ മനുഷ്യരാണത്. അപ്പൊ നാം തന്നെ സ്വയം അനുഷ്ഠിക്കണം, അഥവാ അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ കൂടുതൽ നമുക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടും. കാരണം അദ്ദേഹം നമ്മളുടെ സ്വരൂപമാണ്. ഇങ്ങനെ കുറച്ചു നേരം ഒരു 3 4 അല്ലെങ്കിൽ 5 മിനിറ്റ് ഈ പറഞ്ഞതായ രീതിയിൽ സദാസമയവും ഉള്ളിലും വെളിയിലും പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രാണന്റെ ഗതിയെക്കുറിച്ച് നിരീക്ഷണം ചെയ്യുക. ഇതാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. നമ്മളിവിടെ നിലനിർത്തുന്ന ഘടകം ഇതാണ്. ശങ്കരൻ ഒരിടത്ത് പറയുന്നു, ഗതവതി വായൗ ദേഹ അപായേ ഭാര്യ ഭിഭ്യതി തസ്മിൻ കായേ. ഒരേ സ്ഥലത്ത് കിടന്നതായിട്ടുള്ള ദമ്പതികൾ, ഒരേ കിടക്കയിൽ കിടന്നതായിട്ടുള്ള ദമ്പതികൾ, പക്ഷേ പ്രാണൻ പോയതായിട്ടുള്ള സമയത്ത് ശരീരം അവിടെയുണ്ട്, സ്വന്തം ഭാര്യ പോലും അടുത്തു പോവാൻ ഭയപ്പെടുന്നു. ഭാര്യ ഭിഭ്യതി തസ്മിൻ കായേ. അപ്പൊ ഇതുവരെ ഭാര്യ ആരെയാണ് സ്നേഹിച്ചിരുന്നത്? ഈ പ്രാണൻ, ശ്വാസോച്ഛ്വാസം. അത് പോയപ്പോഴോ അടുത്തു പോകാൻ പേടി, അതുള്ളപ്പോഴോ ഒരു കുഴപ്പമില്ല. അപ്പൊ ആരാണ് നാം സ്നേഹിക്കുന്നത്? പ്രാണനെ. അപ്പൊ നാം ഈ നമ്മെ നിലനിർത്തുന്നതായിട്ടുള്ള ഈ ഘടകത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോഴേ അതിന് പിന്നിലുള്ളതായ ശക്തിയെക്കുറിച്ച് നാം ബോധവാനാവോ. അതിനാൽ മറ്റുള്ളതായിട്ടുള്ള ബാഹ്യ വ്യവഹാരങ്ങളൊക്കെ മാറ്റി നിർത്തി നമ്മളുടെ ശിരസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സദാസമയവും നാസാരന്ധ്രങ്ങളിലൂടെ പോകുന്നതായിട്ടുള്ള പ്രാണനെ കുറിച്ച് ബോധവാനാകുക. കഴിഞ്ഞിട്ടില്ല, ആശയം അടുത്ത ശ്ലോകത്തിലോട്ട് തുടരുകയാണ്. അടുത്ത ശ്ലോകം. യേതേന്ദ്രിയമനോ ബുദ്ധിഃ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധഃ വിഗതേച്ഛാഭയക്രോധഃ യസ്സദാ മുക്ത ഏവ സഃ യസ്സദാ മുക്ത ഏവ സഃ. അങ്ങനെ നമ്മുടെ പ്രാണന്റെയും ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിച്ചുകൊണ്ട് യഥേന്ദ്രിയ മനോബുദ്ധി, ഇന്ദ്രിയങ്ങളെയും കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ത്വക്ക്, മനസ്സിനെയും ബുദ്ധിയെയും യഥാ എന്ന് വെച്ചാൽ പൂർണ്ണമായും നിയന്ത്രിച്ച് തൻ്റെ സ്വാധീനത്തിൽ നിർത്തി. മനോബുദ്ധികളെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് മനോബുദ്ധികൾ സാധാരണ വ്യവഹരിക്കാത്തതായ ഒരു രംഗത്തിനെ കുറിച്ച് കാണിച്ചു കൊടുക്കണം. അതായത് സാധാരണ മനോബുദ്ധികൾ എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ലക്ഷ്യം ആ മനസ്സിന് കാണിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് അതിൻ്റെ ദിശ മാറ്റും. ലക്ഷ്യബോധമില്ലാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഒരു ദിശ അതിന് പ്രദർശിപ്പിക്കണം. മാത്രമല്ല, ഏത് ദിശയിലോട്ടാണോ അതിനെ നാം തിരിക്കുന്നത് ആ ദിശയിൽ അതിന് സംതൃപ്തിയും ഉണ്ടാവണം. എവിടെയൊക്കെയാണോ ഈ മനസ്സ് അലഞ്ഞു തിരിയുന്നത് അതിനേക്കാൾ വലിയ ഒരു സുഖസ്ഥാനമാണ്, ശ്രേഷ്ഠസ്ഥാനമാണ് ഇപ്പോൾ ഞാൻ നയിക്കുന്ന ദിശ എന്ന് അതിന് ബോധ്യമാവുമ്പോൾ, ഇംഗ്ലീഷിൽ കൺവിക്ഷൻ എന്ന് പറയാറില്ലേ, മനസ്സിലാവുകയല്ല, ബോധ്യമാവുക. അത് കൃഷ്ണന്റെ ആശയമല്ല, ഋഷീശ്വരന്മാരുടെ ആശയമല്ല, എന്റെ മനോബുദ്ധികൾക്ക് ബോധ്യമായിട്ടുള്ളതാണ്. അങ്ങനെ ആരുടെ ചിത്തമാണോ, മനോബുദ്ധിയാണോ, ഇന്ദ്രിയങ്ങളാണോ പൂർണ്ണമായിട്ടും നിയന്ത്രിതമായിരിക്കുന്നത്, അത് നോക്കൂ. ആ വാക്ക് മുനിർ മോക്ഷപരായണ. മുനി സത്യാന്വേഷകൻ. ഭഗവത്ഗീത ശ്രവിക്കുന്നതായിട്ടുള്ള ഏത് വിദ്യാർത്ഥിയും മുനി എന്ന പദത്തിന് അർഹനാണ്. മോക്ഷപരായണ, അദ്ദേഹത്തിന് വേറെ ഒന്നിലും ആഗ്രഹമില്ല. പൂർണ്ണമായിട്ടുള്ള മോചനം, മൃത്യുവിൽ നിന്നുള്ളതായിട്ടുള്ള മോചനം. സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വമോ, സാമൂഹ്യ സുരക്ഷിതത്വമോ, സാമൂഹ്യ അംഗീകാരമോ, ദീർഘായുസ്സോ, കുടുംബത്തിന്റെ ഭദ്രതയോ ഇതൊന്നും തന്നെ ഇപ്പോൾ ആകർഷിക്കുന്നില്ല. അവയൊക്കെ നിഷേധിക്കുകയല്ല. ഇതൊക്കെ ഉണ്ടായാലും
ഒരു ദിവസം ഞാൻ അവയെ വിട്ടുപോകണം. ഇത് മനസ്സിലാക്കിയതായിട്ടുള്ള ആള് അതിനേക്കാൾ വലിയ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. മറ്റുള്ള ലക്ഷ്യങ്ങളൊക്കെ തന്നെ നാം ഒരു തരത്തിൽ പ്രാപിക്കാം. പക്ഷേ ആധ്യാത്മികമായിട്ട് ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടെന്നാൽ ആ ലക്ഷ്യം നാം പ്രാപിക്കേണ്ടതല്ല, നാം അതിപ്പോൾ തന്നെയാണ്, നാം അതാണ്, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ളതായിട്ട് അജ്ഞാനം മാറുക മാത്രമാണ് ചെയ്യുന്നത്. മറ്റുള്ളതിലൊക്കെ നാം എത്തിച്ചേരണം. ഇവിടെ എല്ലായിടത്തും എത്തിച്ചേർന്നതായിരിക്കുന്ന ഈശ്വര തത്വത്തെക്കുറിച്ചിട്ടുള്ള അജ്ഞാനം മാറുകയാണ് വേണ്ടത്. അതിനാൽ ഇത് ജീവിത അന്ത്യം വരെയുള്ള അനുഷ്ഠാനമാണ് എന്നർത്ഥം. മറ്റുള്ള ലക്ഷ്യമൊക്കെ നമുക്ക് പ്രാപിച്ചു കഴിഞ്ഞു, ഇനിയൊന്നുമില്ല. ഏത് ഉദാത്തമായ ലക്ഷ്യവും നമുക്ക് ആവിഷ്കരിക്കാം, നേടാം, പിന്നെ കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല. ഇതങ്ങനെയല്ല, എപ്പോഴും ഈ ലക്ഷ്യം മുന്നോട്ട് തന്നെ ഇരിക്കും. നമ്മളതിൽ പ്രാപിക്കുവാനുള്ള ഒരു ശ്രമമുണ്ടല്ലോ, ആ ശ്രമം തന്നെയാണ് അതിൻ്റെ പൂർണ്ണത. അപ്പോൾ മുനിർ മോക്ഷപരായണ, മൃത്യുവിൽ നിന്നുള്ള എന്നേക്കുമായിട്ടുള്ള മോചനത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് മനോബുദ്ധി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് വിഗതേച്ഛാ ഭയക്രോധ, ക്രമേണ അദ്ദേഹം ഇച്ഛ, ഭയം, ക്രോധം, ഈ 3 ഗുണങ്ങൾ വിഗത, ആരിൽ നിന്നാണോ നിശേഷം അപ്രത്യക്ഷമായിരിക്കുന്നത്. ഇച്ഛയുണ്ടെങ്കിൽ രാഗമുണ്ടാവും. അതായത് നമ്മുടെ മനസ്സ് നമുക്കിഷ്ടപ്പെട്ടതായിട്ടുള്ള വസ്തുവിൽ എപ്പോഴും അനുരഞ്ജിക്കും, ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ സംഭവിക്കണം, അങ്ങനെ സംഭവിക്കണം, അവർക്കതുണ്ടാവണം എന്നൊക്കെ നാം ഇച്ഛിക്കും. ആ ഇച്ഛ ഉള്ളിടത്തോളം കാലം നമുക്ക് ഭയം ഒഴിവാക്കാൻ സാധ്യമല്ല. അത് സംഭവിക്കാതിരിക്കുമോ, അതിനേക്കാൾ കൂടുതൽ വേറെ വല്ലതും സംഭവിക്കുമോ, ഇങ്ങനെ നാം അനവധി ഭാവനകൾ മനസ്സിൽ ഉണ്ടാക്കുന്നു. രാഗമുള്ളിടത്ത്, ആസക്തി ഉള്ളിടത്ത് ഭയം ഉണ്ടാവും. ഇനിയോ നമ്മളുടെ ഇച്ഛയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നവരോട് നമുക്ക് അസഹനീയത തോന്നും, സ്വാഭാവികമായിട്ടും അവരോട് ക്രോധമുണ്ടാവും. ഇത് 3 നമ്മെ യഥാർത്ഥത്തിലുള്ള ശാന്തിയിൽ നിന്നും അകറ്റും. അപ്പോൾ സമാധാനത്തിന്റെ സന്ദേശം ഇതാണ്: ഇച്ഛയും ഭയവും ക്രോധവും ഇല്ലാതാവുക. ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് ആ സമാധാനം ഇപ്പോൾ അറിയാത്തത് അനുഭവിക്കുക. ഇപ്പോഴും നമ്മൾ എല്ലാവരുടെയും ഉള്ളിൽ പരമപ്രശാന്തമായി ആ സത്യമുണ്ട്. ജലം പ്രവഹിക്കുന്നതായിട്ടുള്ള സമയത്ത് ഭൂമിയുടെ അടിത്തട്ട് നാം കാണാത്തതുപോലെ വിചാരങ്ങളും വികാരങ്ങളും മനസ്സിലൂടെ പ്രവഹിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ശാന്തിയെ നാം ദർശിക്കുന്നില്ല. ഈ വിചാരവികാരങ്ങളെ നിയന്ത്രിച്ചാലോ തികച്ചും നിറഞ്ഞതായിട്ടുള്ള പ്രശാന്തി നമുക്ക് അനുഭവപ്പെടും. ഇച്ഛ, ഭയം, ക്രോധം. ഇച്ഛ എന്നുള്ളത് സ്വാർത്ഥപരമായിട്ടുള്ള അഭിലാഷങ്ങൾ, അത് സംഭവിക്കാതിരിക്കുമോ എന്നുള്ളതായിട്ടുള്ള മാനസിക അസ്വാസ്ഥ്യം. ഭയം, അതിനെതിരായിട്ടുള്ള പ്രതിബന്ധങ്ങൾ വരുമ്പോൾ അവരോട് നേരെ ഉണ്ടാവുന്നതായിട്ടുള്ള ക്രോധം. ഇതെല്ലാം പോകുന്നതായിട്ടുള്ള സമയത്ത് വിഗതേച്ഛാ ഭയക്രോധാഹ, ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, അങ്ങനെയുള്ള ആൾ ആരായാലും വിരോധമില്ല. സദാ മുക്ത ഏവ സഹ, അദ്ദേഹം എപ്പോഴും മുക്തനാണ്, എന്നും അദ്ദേഹം സ്വാതന്ത്ര്യം തേടിയിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം നേടേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തന്നെ അദ്ദേഹം സ്വതന്ത്രനാണ്. കാരണം താൻ ഒന്നിനും വിധേയമല്ല. അതാണ് ദാരിദ്ര്യത്തിലും താൻ സമ്പന്നനാണ് എന്നർത്ഥം, ദുഃഖത്തിലും താൻ സുഖസ്വരൂപിയാണ്. കാരണം തൻ്റെ സ്വരൂപം അതാണെന്ന് അറിയാം അദ്ദേഹത്തിന്. ഇതെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവിത ലക്ഷ്യം ഈശ്വര ദർശനം എന്നുള്ളതായിട്ടുള്ള നില വരുമ്പോൾ ബാക്കിയുള്ള എല്ലാ അനുഭവങ്ങളും ഈശ്വരന്റെ ഒരു പരിവേഷം നാം അണിയുന്നു. കുചേലന്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ, സുധാമാവിന്റെ. രാമപുരത്തുകാരുടെ ആ വരിയില്ലേ, മാറത്തു വിയർപ്പുനാറും സതീർത്ഥനെ എന്നൊക്കെ. ആ പോകുന്നതായിട്ടുള്ള കൃഷ്ണനെ കാണാൻ പോകുന്നതായി
അദ്ദേഹത്തിനല്ല, അദ്ദേഹത്തിനെ പിടിച്ച് നിർബന്ധിപ്പിച്ചിട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ഭാര്യയ്ക്കാണ് ദുഃഖം, കുട്ടികൾക്കാണ് ദുഃഖം. ഇനി ഇവിടുന്ന് പോകുന്നതായിട്ടുള്ള അദ്ദേഹം അതോ ഒന്നും കൊടുക്കാനില്ല, പല ഭാഗങ്ങളിൽ നിന്നും വാങ്ങിയതായിട്ടുള്ള സാധനങ്ങൾ അതിനെ ഇടിച്ച് അവിലാക്കിയത്. നല്ല വൃത്തിയുള്ള തുണിയുണ്ടോ? ഇല്ലതാനും. ദാരിദ്ര്യത്തിന്റെ പാരമ്യം. ആ കീറത്തുണിയിൽ അതും വെട്ടിയിട്ടാണ് അണിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ആ ഓലക്കൊടി കൂടി ഇങ്ങനെ പോകുന്ന ഈ വെയിലത്ത്, അതും ഉത്തരേന്ത്യയിലെ വെയിലത്ത്. അവിടെ എപ്പോഴേക്കും മാറത്തു വിയർപ്പ് നാറും സതീർത്ഥന എന്നാണ് പറയുന്നത്. ശരിക്കും ദുന്യാഭാഷ വിയർപ്പ്, അതായത് ഈ അവിലക്ക് അങ്ങോട്ട് നനഞ്ഞ് ഒരു സാഴ്ചയായിരിക്കുന്നു അപ്പോഴേക്കും ഈ വിയർപ്പ് കൊണ്ട്. പക്ഷേ കൃഷ്ണൻ അത് വലിയ ഇഷ്ടമായിരുന്നു.